നിങ്ങൾ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും എന്ത് ഡൽഹിയിലെ ഗല്ലികളെ കുറിച്ചും നോർത്ത് ഇന്ത്യയിലെ ഗല്ലികളെ കുറിച്ചൊക്കെ. കാരണം കേരളത്തിലുള്ള ഒരുപാട് കഥാകാരന്മാരും നോവലിസ്റ്റുകളും വളർന്ന അവരുടെ ജീവിതത്തിലെ മരുപ്പച്ചയായ സ്ഥലമാണ് ഡൽഹി. അതുകൊണ്ട് എല്ലാവരും ഡൽഹിയെ കുറിച്ച് അവരുടെ കഥകളിലും നോവലുകളിലൊക്കെ ഡൽഹി ഒരു ഇടമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഡൽഹിയിലെ ഗല്ലികളൊക്കെ. പക്ഷെ ഞാനിപ്പോ പറയാൻ പോകുന്നത് എന്താ അറിയോ, ഇവിടുത്തെ ജുഗ്ഗി ചോപ്പടി അത് നിങ്ങൾ കേട്ടിക്കണ അറിയില്ല. അത് പറഞ്ഞാൽ അറിയോ, അടിസ്ഥാന വിഭാഗക്കാര് മധ്യവർഗത്തിന് താഴെയുള്ള വർക്കിംഗ് ക്ലാസ് പീപ്പിൾ എന്നൊക്കെ പറയില്ലേ, അത്തരം ആൾക്കാര് അധിവസിക്കുന്ന സ്ഥലമാണ് ജുഗ്ഗി ചോപ്പടി പറഞ്ഞത്. അവിടെയുള്ള ആളുകളുടെ ജീവിതം, ആ ഒരു പരിസരം മൊത്തക്കാണ് നമ്മൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കണേ. ഭയ്യ ഏതിക്കാ ഭയ്യ കേസേ ഭയ്യേ ഇങ്ങനെയുള്ള ടാർപ്പായ കൊണ്ടുള്ള വീടും പരിസരവും ഒക്കെയാണ് ഈ ജുഗ്ഗി ചോപ്പടി പറഞ്ഞത്. അവിടെയുള്ള ആളുകളുടെ ജീവിതം പറഞ്ഞാല് ഇവിടെ സമയത്ത് വെള്ളം വരില്ല. ആഴ്ചകളോളം ചിലപ്പോൾ ഇവിടെ വെള്ളമൊന്നും വരില്ല. ചിലപ്പോൾ വേണമെങ്കിൽ ഡെയിലി അരമണിക്കൂറൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അത് നട്ടപ്പാതിരക്ക് ഒരു അരമണിക്കൂർ വെള്ളത്തിനും വേണ്ടി ഉറക്കൊഴിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥ വരെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഭയ്യ ആജാ ആജാ एक मिनट ഇതാണ് സീവേജ് ടോയ്ലറ്റ് വേസ്റ്റ് ഒക്കെ ഇത്രയും ഓപ്പൺ ആയിക്കാണ്ടുള്ള സ്ഥലത്ത് കൂടെയാണ് പോണേ. അത് മാത്രല്ല ഭയ്യ ഇതൊരു വീടാണ്. ടോയ്ലറ്റ് വേസ്റ്റേജ് ഇതിലൂടെ പോകണ്ടേ. അത്രയ്ക്ക് ഓപ്പൺ ആയിക്കാണ്ടാണ് ഇത്രയും ഒട്ടും അധികാരികളിലേക്ക് അധികാരികളൊന്നും ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളാണ്. മാത്രമല്ല റീസെന്റ് ആയി കണ്ട ഇവിടെ ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞ് ഇവിടെയുള്ള പല ആളുകളും വോട്ട് പോലും ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ അധികാര വർഗങ്ങൾ മാത്രം കുഴപ്പമാണെന്ന് പറഞ്ഞില്ല. അത് വിമർശനപരമാണെങ്കിലും ഞാൻ അവരെ കുറ്റം പറഞ്ഞില്ല. കാരണം ഇവിടെയുള്ള ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതാണ് ഇവിടുത്തെ അവസ്ഥകള്. ഒരു റൂമിലൊക്കെയാണ് 5 6 ആൾക്കാർ താമസിക്കല്. ഇവിടെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള ആണുങ്ങളൊക്കെ അല്ലേ രാത്രി ആകുമ്പോ വീട്ടിൽ നിന്ന് പുറത്തു പോകും. എന്തുകൊണ്ടാ അറിയോ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ഒരേ റൂമിൽ കിടക്കാൻ കഴിയില്ലല്ലോ. അത്രക്കും കൺജസ്റ്റഡ് ആയ ഏരിയ ആണ് ഇത്. അപ്പൊ അപ്പൊ രാത്രി ആകുമ്പോ പെണ്ണുങ്ങള് കിടക്കും, ആണുങ്ങള് പുറത്ത് പോയിട്ട് ഇതാക്കും, തെണ്ടി നടക്കും പച്ചയില് പറഞ്ഞാല്. പിന്നെ പിറ്റേ ദിവസം പോലും സ്കൂളിലൊന്നും പോവില്ല. പിന്നെ മനുഷ്യന്മാരല്ല ഉറങ്ങൊക്കെ ചെയ്യൂലേ, ക്ഷീണൊക്കെ ഉണ്ടാവില്ലേ. അവര് അലംഭാവായി കണ്ടുള്ള. പിന്നെ മാത്രമല്ല ശരിക്കും ഇവിടെയുള്ള ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സംഘടനകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. SFI, KMCC, MSF, പിന്നെ NSUI, KSU ഒക്കെ. പക്ഷെ അവരിലേക്കൊക്കെ ഇങ്ങനെയുള്ള ഇതിനൊന്നും ഒരുപാട് ചെലവുകളില്ല. ജസ്റ്റ് ഇവർക്ക് അറിയോ, പൗരബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു പൗരബോധം ഉണ്ടല്ല, പൗരാവകാശങ്ങളെ കുറിച്ചും അടിസ്ഥാന ആവശ്യങ്ങളെ കുറിച്ചും ഈ സർക്കാരുകളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെ എങ്ങനെ കൈപ്പറ്റാം എന്നതിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക. ഇവിടെ നല്ല കേരളത്തിനെക്കാട്ടി ഫാർ ബെറ്റർ ആണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റി, അതുപോലെ തന്നെ സ്കൂളിങ്, കോളേജ് സംവിധാനം. ഇവിടെ പറഞ്ഞാല് എല്ലാം ഡൽഹി ആയതുകൊണ്ട് എല്ലാം ഒരു കുടക്കീൽ, എല്ലാം അടുത്തടുത്തായിട്ട് ഒരു സംവിധാനത്തിന് ആവശ്യമില്ല. പുതുതായി സ്കൂൾ കെട്ടിപ്പടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ആവശ്യമില്ല. കാരണം നാഷണൽ ക്യാപിറ്റൽ ആണല്ലോ. ഒരു ബ്രിഡ്ജായി നിന്നാ മതി ആളുകളെ ഏതെങ്കിലും ഈ സോഷ്യൽ സർവീസുകൾ ചെയ്യുന്ന സംഘടനകളിൽ. കാരണം ഇവർക്ക് ചിലപ്പോൾ 60 വയസ്സായ ആളുകൾ ഇവർക്ക് ഇതില്ല. ഇവർക്ക് പെൻഷൻ കിട്ടുന്നതെന്നുള്ള ഒരു സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയ പോലുമില്ല. ഇങ്ങനെയുള്ള ഈ അവയർനെസ് ഇവർക്ക് കൊടുത്താൽ മതി. എന്നാൽ തന്നെ ഇവരുടെ ഒരുപാട് ജനറേഷനെ തന്നെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയും. ആജോ ഭയ്യ.